നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നുപോകുന്ന ഏറ്റവും മനോഹരമായ, അതേസമയം ഏറ്റവും സങ്കീർണമായ ഒരു വികാരത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. പ്രണയം അല്ലെങ്കിൽ പങ്കാളികൾ തമ്മിലുള്ള ആഴത്തിലുള്ള ആകർഷണം. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ചില ബന്ധങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞാലും എപ്പോഴും പുതിയതുപോലെ പുതിയൊരു പ്രണയത്തിൻ്റെ അതേ ആവേശത്തോടെ എങ്ങനെ നിലനിൽക്കുന്നു എന്ന്. അതേസമയം മറ്റു ചില ബന്ധങ്ങൾ തുടക്കത്തിൽ വലിയ ആവേശമുണ്ടായിരുന്നിട്ടും കുറച്ചു മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ കഴിയുമ്പോൾ തകർന്നടിയുന്നത് എന്തുകൊണ്ടാണ്? പ്രണയം എന്നത് വെറുമൊരു ആകസ്മികതയല്ല. അതിനു പിന്നിൽ നമ്മുടെ തലച്ചോറും മനസ്സും ചേർന്ന് പ്രവർത്തിക്കുന്ന കൃത്യമായ ചില മനഃശാസ്ത്ര തത്വങ്ങളുണ്ട്. ഒരു ചെടിക്ക് ദിവസവും വെള്ളവും വളവും നൽകി പരിചരിക്കുന്നത് പോലെ പങ്കാളികൾക്കിടയിലെ ആകർഷണവും ബോധപൂർവം നിലനിർത്തേണ്ട ഒന്നാണ്. ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെടാൻ പോകുന്നത് പങ്കാളികൾ തമ്മിലുള്ള ആ കെമിസ്ട്രിയും ആകർഷണവും ജീവിതകാലം മുഴുവൻ നിലനിർത്താൻ സഹായിക്കുന്ന ഏറ്റവും കൗതുകകരമായ 10 മനഃശാസ്ത്രപരമായ രഹസ്യങ്ങളാണ്. നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ചും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും ഒരു പുതിയ കാഴ്ചപ്പാട് രൂപപ്പെടുത്താൻ ഈ പോയിന്റുകൾ നിങ്ങളെ സഹായിക്കും. ആദ്യത്തെ തത്വം വളരെ രസകരമായ ഒന്നാണ്: മിററിംഗ് പ്രഭാവം. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ മനുഷ്യർക്ക് എപ്പോഴും തങ്ങളെപ്പോലെയുള്ളവരോട് അല്ലെങ്കിൽ തങ്ങളുമായി സാമ്യമുള്ളവരോട് ഒരു പ്രത്യേക അടുപ്പവും സുരക്ഷിതത്വവും തോന്നും. ഇതിനെ അബോധ മനസ്സിന്റെ പ്രതിഫലനം എന്ന് വിളിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരുമിച്ചൊരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കുന്ന ദമ്പതികൾ ഒരേപോലെ ചിരിക്കാനും സംസാരിക്കുമ്പോൾ ഒരേപോലെയുള്ള ആംഗ്യങ്ങൾ കാണിക്കാനും തുടങ്ങും. പങ്കാളി ചായ കുടിക്കാൻ കപ്പെടുക്കുമ്പോൾ അറിയാതെ നമ്മളും കപ്പെടുക്കുന്നു. അവർ സംസാരിക്കുന്ന ചില പ്രത്യേക വാക്കുകൾ നമ്മളും ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ഇതിനെയാണ് മിററിംഗ് എന്ന് പറയുന്നത്. ബന്ധങ്ങളിൽ ഈ ആകർഷണം ബോധപൂർവം നിലനിർത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പങ്കാളി സംസാരിക്കുമ്പോൾ അവരുടെ ശരീരഭാഷയിലേക്ക് അല്പം ശ്രദ്ധ നൽകുക. അവർ വളരെ ശാന്തമായാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളും ആ ടോണിൽ സംസാരിക്കുക. അവർ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ആ വികാരം നിങ്ങളുടെ മുഖത്തും പ്രതിഫലിക്കണം. ഇത് പങ്കാളിയിൽ ഒരു വലിയ സന്ദേശം എത്തിക്കും: ഞാൻ നിന്നെ പൂർണ്ണമായും മനസ്സിലാക്കുന്നു, നമ്മൾ ഒന്നാണ്. ഈ സുരക്ഷിതത്വ ബോധം അവർക്കിടയിലെ ആകർഷണം അബോധ മനസ്സിൽ ഇരട്ടിയാക്കും. രണ്ടാമത്തെ പോയിന്റ് രസതന്ത്രപരമായ ഒന്നാണ്. പ്രണയത്തിന്റെ തുടക്കത്തിൽ നമ്മുടെ തലച്ചോറിൽ വലിയ അളവിൽ ഡോപാമിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ഹാപ്പി ഹോർമോൺ എന്ന് വിളിക്കുന്നത്. ഒരു പുതിയ പ്രണയത്തിന്റെ എല്ലാ ആവേശവും തരുന്നത് ഈ കെമിക്കലാണ്. എന്നാൽ പ്രകൃതിയുടെ ഒരു നിയമമുണ്ട്: ഒരു കാര്യം സ്ഥിരമായി നടക്കുമ്പോൾ തലച്ചോർ അതിനോട് പൊരുത്തപ്പെടും. ഡോപാമിന്റെ അളവ് കുറയും. ബന്ധങ്ങളിൽ വിരസത അല്ലെങ്കിൽ ബോറടി തുടങ്ങുന്നത് ഇവിടെയാണ്. ഇത് മറികടക്കാനുള്ള മനഃശാസ്ത്രപരമായ വഴി നോവൽറ്റി അഥവാ പുതുമ കൊണ്ടുവരിക എന്നതാണ്. നിങ്ങൾ എപ്പോഴും ഒരേ റൂട്ടിൽ യാത്ര ചെയ്യുക, ഒരേ ഹോട്ടലിൽ പോവുക, ഒരേ കാര്യങ്ങൾ സംസാരിക്കുക എന്നിവ ചെയ്യുമ്പോൾ റിലേഷൻഷിപ്പ് ഒരേ റൂട്ടീനായി മാറും. അതിനു പകരം പങ്കാളിയുമായി ചേർന്ന് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുക. ഒരുമിച്ച് ഇതുവരെ പോകാത്ത ഒരു സ്ഥലത്തേക്ക് പെട്ടെന്നൊരു യാത്ര പോവുക. രണ്ടുപേർക്കും അറിയാത്ത ഒരു പുതിയ വിഭവം പാകം ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു പുതിയ ഹോബി, നൃത്തമോ വരയോ ഡ്രൈവിങ്ങോ പഠിക്കാൻ തുടങ്ങുക. തലച്ചോർ പുതിയൊരു അനുഭവം നേരിടുമ്പോൾ വീണ്ടും ഡോപാമിൻ ഉൽപ്പാദിപ്പിക്കും. പങ്കാളിയോടൊപ്പം ആയിരിക്കുമ്പോൾ ഈ ഹോർമോൺ ഉണ്ടാകുന്നത് വഴി പഴയ ആ പ്രണയത്തിന്റെ ആവേശം എപ്പോഴും നിലനിർത്താൻ സാധിക്കും. മൂന്നാമത്തെ തത്വം കേൾക്കുമ്പോൾ കുറച്ച് അത്ഭുതം തോന്നാം: പോസിറ്റീവ് മിഥ്യാധാരണകൾ. സാധാരണയായി മിഥ്യാധാരണകൾ നല്ലതല്ല എന്നാണ് നമ്മൾ പറയാറ്. എന്നാൽ പങ്കാളിത്തത്തിൽ ഇതിന് വലിയൊരു പങ്കുണ്ട്. ദീർഘകാലം വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ദമ്പതികളെക്കുറിച്ച് നടത്തിയ പഠനങ്ങളിൽ ഒരു കാര്യം വ്യക്തമായി: അവർ തങ്ങളുടെ പങ്കാളിയുടെ കുറവുകളേക്കാൾ കൂടുതൽ അവരുടെ നല്ല ഗുണങ്ങളെ വളരെ വലുതാക്കി കാണുന്നു. അതായത് ലോകത്തിനവർ ഒരു സാധാരണ വ്യക്തിയായിരിക്കാം, എന്നാൽ പങ്കാളിയുടെ കണ്ണിൽ അവർ ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തിത്വമുള്ള ആളായിരിക്കും. പങ്കാളിക്ക് ചെറിയ ചില ദേഷ്യങ്ങളോ തെറ്റുകളോ ഉണ്ടാകാം, എന്നാൽ അയാൾക്ക് ദേഷ്യം വന്നാലും ഉള്ളിൽ വലിയ സ്നേഹമാണ് എന്ന് വിശ്വസിക്കാൻ മടി കാണിക്കാത്ത അവസ്ഥ. ഈ ഒരു പോസിറ്റീവ് കാഴ്ചപ്പാട് പങ്കാളിക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്.
നമ്മളെ ഒരു വലിയ വ്യക്തിയായി കാണുന്ന, നമ്മുടെ തെറ്റുകളെ ക്ഷമയോടെ നോക്കിക്കാണുന്ന ഒരാളുടെ കൂടെ ജീവിക്കാൻ ആർക്കാണ് ആഗ്രഹമുണ്ടാകാത്തത്? ഈ ഒരു പോസിറ്റീവ് ഇല്യൂഷൻ, പരസ്പരമുള്ള ബഹുമാനവും ആകർഷണവും കാലം എത്ര കഴിഞ്ഞാലും കുറയാതെ കാത്തുസൂക്ഷിക്കും. നാലാമതായി നമ്മൾ പറയുന്നത് ലോകപ്രശസ്ത റിലേഷൻഷിപ്പ് വിദഗ്ധനായ ഡോക്ടർ ജോൺ ഗോട്ട്മാന്റെ ഒരു കണ്ടെത്തലാണ്. ഇതിന് 7:1 അനുപാതം എന്ന് വിളിക്കുന്നു. ഏതൊരു ബന്ധത്തിലും വഴക്കുകളും പിണക്കങ്ങളും സ്വാഭാവികമാണ്. വഴക്കുകളില്ലാത്ത ബന്ധങ്ങളില്ല എന്ന് തന്നെ പറയാം. എന്നാൽ ബന്ധം തകർന്നു പോകാതെ സൂക്ഷിക്കുന്നത് ആ വഴക്കുകളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ്. ഗുഡ്മാന്റെ പഠനപ്രകാരം പങ്കാളികൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് അനുഭവത്തിന് അതൊരു കുറ്റപ്പെടുത്തലോ പരിഹാസമോ വലിയൊരു വഴക്കോ ആകാം. പകരമായി ആ ബന്ധത്തിൽ ചുരുങ്ങിയത് 7 പോസിറ്റീവ് കാര്യങ്ങൾ നടന്നിരിക്കണം. ഒരു ചീത്ത വികാരം മനസ്സിൽ നിന്നും മാഞ്ഞു പോകാൻ അത്രയും പോസിറ്റിവിറ്റി ആവശ്യമാണ്. ഈ പോസിറ്റീവ് കാര്യങ്ങൾ വലിയവ ആകണമെന്നില്ല. ഒരു ചെറിയ പുഞ്ചിരി, ആത്മാർത്ഥമായ ഒരു അഭിനന്ദനം, സ്നേഹത്തോടെയുള്ള ഒരു തലോടൽ, അല്ലെങ്കിൽ നീ ഇന്ന് മനോഹരിയായിട്ടുണ്ട് എന്നൊരു വാക്ക്. നിങ്ങളുടെ ബന്ധത്തിൽ വഴക്കുകൾ ഉണ്ടാകുമ്പോൾ അതിനുശേഷം ബോധപൂർവം ഈ പോസിറ്റീവ് ബാലൻസ് വീണ്ടെടുക്കാൻ ശ്രമിക്കുക. നെഗറ്റീവ് കാര്യങ്ങളെക്കാൾ പോസിറ്റീവ് കാര്യങ്ങൾക്ക് തൂക്കം കൊടുക്കുമ്പോൾ ആകർഷണം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. അഞ്ചാമത്തെ പോയിന്റ് പലരും തെറ്റിച്ചു കളയുന്ന ഒന്നാണ് മിസ്റ്ററി ഘടകം അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യം. പ്രണയത്തിലാകുമ്പോൾ പലരും വിചാരിക്കുന്നത് 24 മണിക്കൂറും ഒന്നിച്ചിരിക്കുക, എപ്പോഴും മെസ്സേജ് അയക്കുക, പരസ്പരം എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുക എന്നതാണ് പൂർണ്ണമായ പ്രണയം എന്നാണ്. എന്നാൽ മനഃശാസ്ത്രം പറയുന്നത് മറ്റൊന്നാണ്. എപ്പോഴും ഒരു പരിധിയിൽ കൂടുതൽ അടുപ്പമുണ്ടാകുമ്പോൾ അവിടെ ഒരു വിരസത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ പൂർണ്ണമായി വായിച്ചു തീർത്ത ഒരു പുസ്തകം പോലെയായി മാറരുത് നമ്മുടെ വ്യക്തിത്വം. പങ്കാളികൾക്ക് അവരുടേതായ ചെറിയൊരു പേഴ്സണൽ സ്പേസ്, സ്വന്തം സുഹൃത്തുക്കൾ, തനിച്ചുള്ള ഹോബികൾ എന്നിവ ഉണ്ടായിരിക്കണം. പങ്കാളി കുറച്ചു സമയം അവരുടെ സ്വന്തം കാര്യങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ അവരെക്കുറിച്ച് ഓർക്കാനും അവരെ മിസ് ചെയ്യാനുമുള്ള ഒരു അവസരം അവിടെ ഉണ്ടാവുകയാണ്. അവർ ഇപ്പോൾ എന്തായിരിക്കും ചെയ്യുന്നത് എന്ന ആ ഒരു ചെറിയ ആകാംക്ഷ, ഒരു ചെറിയ മിസ്റ്ററി പങ്കാളിയെ കൂടുതൽ ആകർഷകത്വമുള്ളതാക്കുന്നു. അകലം എപ്പോഴും പ്രണയത്തിന്റെ ആഴം കൂട്ടും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആറാമത്തെ തത്വം വളരെ വിചിത്രവും എന്നാൽ ഫലപ്രദവുമായ ഒന്നാണ്. അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ പേര് നൽകപ്പെട്ടിട്ടുള്ള ഈ പ്രതിഭാസം പറയുന്നത്, നമ്മെ സഹായിക്കുന്നവരെക്കാൾ കൂടുതൽ നമ്മൾ ആരെയാണോ സഹായിക്കുന്നത് അവരോടാണ് നമുക്ക് കൂടുതൽ വൈകാരികമായ അടുപ്പം തോന്നുക എന്നാണ്. ഇത് പങ്കാളികൾക്കിടയിൽ എങ്ങനെ പ്രയോഗിക്കാം? നിങ്ങളുടെ പങ്കാളിയോട് എപ്പോഴും വലിയ കാര്യങ്ങൾ മാത്രം പ്രതീക്ഷിക്കാതെ ചെറിയ ചെറിയ സഹായങ്ങൾ ചോദിക്കുക. എനിക്കൊന്ന് ആ ഫോൺ എടുത്ത് തരാമോ? ഈ കാര്യത്തിൽ നിന്റെ ഒരു അഭിപ്രായം എന്താണ്? അല്ലെങ്കിൽ എനിക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം തരുമോ? എന്നിങ്ങനെ വളരെ ലളിതമായ കാര്യങ്ങൾ. പങ്കാളി ഈ സഹായങ്ങൾ ചെയ്തു തരുമ്പോൾ അവരുടെ തലച്ചോർ അബോധ മനസ്സിൽ ചിന്തിക്കും, ഞാൻ ഇദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്, അതിനർത്ഥം എനിക്ക് ഇദ്ദേഹത്തോട് വലിയ താല്പര്യമുണ്ട്. കൂടാതെ താൻ പങ്കാളിക്ക് എത്രത്തോളം ആവശ്യക്കാരനാണ് എന്ന തോന്നൽ അവരിൽ വലിയൊരു പോസിറ്റീവ് എനർജിയും ഉത്തരവാദിത്വ ബോധവും ഉണ്ടാക്കും. ഇത് സ്നേഹവും ആകർഷണവും വർദ്ധിപ്പിക്കും. ഏഴാമത്തെ പോയിന്റ് അല്പം ആവേശം നിറഞ്ഞതാണ്. ഹൈ എറൗസൽ സിദ്ധാന്തം. മനുഷ്യന്റെ തലച്ചോറിന് ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങളുടെ യഥാർത്ഥ കാരണം തിരിച്ചറിയാൻ പറ്റാതെ വരാറുണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ പേടിക്കുമ്പോഴോ അല്ലെങ്കിൽ വലിയൊരു ആവേശത്തിലാകുമ്പോഴോ നമ്മുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കും, കൈകൾ വിയർക്കും. ഈ സമയത്ത് നമ്മുടെ കൂടെ നമ്മുടെ പങ്കാളിയാണ് ഉള്ളതെങ്കിൽ ഈ ഹൃദയമിടിപ്പിന്റെ കാരണം ആ സാഹചര്യമല്ല, മറിച്ച് പങ്കാളിയോടുള്ള വലിയ ആകർഷണം കൊണ്ടാണ് എന്ന് തലച്ചോർ തെറ്റായി വ്യാഖ്യാനിക്കും. ഇതിനെ മിസ് ആട്രിബ്യൂഷൻ ഓഫ് അറൗസൽ എന്ന് മനഃശാസ്ത്രത്തിൽ പറയും. അതുകൊണ്ട് പങ്കാളിയുമായി എപ്പോഴും ശാന്തമായ അന്തരീക്ഷത്തിൽ മാത്രം ഇരിക്കാതെ വല്ലപ്പോഴും അല്പം ആവേശം നിറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. ഒരുമിച്ച് ഒരു ഹൊറർ സിനിമ കാണുക, ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ പോയി അഡ്വഞ്ചർ റൈഡുകളിൽ കയറുക, അല്ലെങ്കിൽ മലകയറ്റം പോലുള്ള ശാരീരികമായ ആവേശം തരുന്ന കാര്യങ്ങൾ ചെയ്യുക. ഈ സമയത്തുണ്ടാകുന്ന ഒരു ശാരീരിക ആവേശം നിങ്ങളും പങ്കാളിയും തമ്മിലുള്ള കെമിസ്ട്രി വളരെ ശക്തമാക്കും. എട്ടാമത്തെ തത്വം സ്പർശനത്തിന്റെ മാന്ത്രികതയെക്കുറിച്ചാണ്.
നമ്മളിവിടെ സംസാരിക്കുന്നത് ലൈംഗികതയ്ക്കപ്പുറമുള്ള ദൈനംദിന ജീവിതത്തിലെ ചെറിയ സ്പർശനങ്ങളെക്കുറിച്ചാണ്. നടന്നു പോകുമ്പോൾ അറിയാതെ കൈകൾ കോർത്തു പിടിക്കുക, അരികിലിരുന്ന് സംസാരിക്കുമ്പോൾ തോളിൽ കൈവയ്ക്കുക, ദീർഘനേരത്തെ ജോലിക്ക് ശേഷം വീട്ടിൽ വരുമ്പോൾ നൽകുന്ന ഒരു ആലിംഗനം. മനഃശാസ്ത്രപരമായും ജീവശാസ്ത്രപരമായും ഇത്തരം സ്പർശനങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതിനെ ബോണ്ടിംഗ് ഹോർമോൺ അല്ലെങ്കിൽ ലവ് ഹോർമോൺ എന്നാണ് ശാസ്ത്രം വിളിക്കുന്നത്. ഈ ഹോർമോൺ പങ്കാളികൾക്കിടയിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും പരസ്പര വിശ്വാസവും സുരക്ഷിതത്വ ബോധവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്ത പല വികാരങ്ങളും ഒരു ചെറിയ സ്പർശനം കൊണ്ട് പങ്കാളിക്ക് കൈമാറാൻ കഴിയും. ഇത് ദമ്പതികൾക്കിടയിലെ ശാരീരികവും മാനസികവുമായ ആകർഷണം ഒട്ടും ചോർന്നു പോകാതെ കാത്തുസൂക്ഷിക്കും. 9ാമത്തെ കാര്യം മികച്ചൊരു കമ്മ്യൂണിക്കേഷൻ തത്വമാണ്. നമ്മൾ പലപ്പോഴും പങ്കാളി സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാറുണ്ട്. അത് നല്ലതുമാണ്. എന്നാൽ മനഃശാസ്ത്രം പറയുന്നത് പങ്കാളിയുടെ സങ്കടത്തിൽ കൂടെ നിൽക്കുന്നതിനേക്കാൾ അവരുടെ സന്തോഷങ്ങളിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് ബന്ധത്തിൻ്റെ ആഴം കൂട്ടുമെന്നാണ്. ഇതിനെ ആക്റ്റീവ് കൺസ്ട്രക്റ്റീവ് റെസ്പോണ്ടിങ് എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന്, നിങ്ങളുടെ പങ്കാളി ജോലിസ്ഥലത്ത് നിന്ന് വലിയൊരു അഭിനന്ദനം കിട്ടി സന്തോഷത്തോടെ വന്ന് പറയുകയാണ് എന്ന് വിചാരിക്കുക. ആ സമയത്ത് നമ്മൾ വെറുതെ ആഹാ കൊള്ളാം എന്ന് തലയാട്ടി ഫോണിലേക്ക് നോക്കിയാൽ അത് ആ ബന്ധത്തിലെ വലിയൊരു നഷ്ടമാണ്. അതിനു പകരം ഫോൺ മാറ്റിവെച്ച് അവരുടെ കണ്ണുകളിലേക്ക് നോക്കി ആ സന്തോഷത്തിൽ പങ്കുചേരുക. സത്യമാണോ? നീ ഇതിനായി ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നല്ലോ. അവർ എന്താണ് നിന്നോട് കൃത്യമായി പറഞ്ഞത്? എനിക്ക് കേൾക്കണം എന്നിങ്ങനെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക. പങ്കാളിയുടെ ചെറിയ വിജയങ്ങളെപ്പോലും വലിയ രീതിയിൽ ആഘോഷമാക്കുന്ന ഒരാളോട് നമുക്ക് തോന്നുന്ന ബഹുമാനവും ആകർഷണവും വളരെ വലുതായിരിക്കും. 10ാമത്തെയും അവസാനത്തെയും പോയിന്റ് ഏറ്റവും ആഴമേറിയ ഒന്നാണ്. വൾനറബിലിറ്റി അഥവാ പൂർണ്ണമായും മനസ്സു തുറക്കൽ. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് എപ്പോഴും നമ്മൾ ശക്തരാണെന്ന് കാണിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. നമ്മുടെ പേടികളും ബലഹീനതകളും മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ഒളിച്ചുവെക്കുന്നു. എന്നാൽ നിങ്ങളുടെ പങ്കാളിയുടെ മുന്നിൽ നിങ്ങൾക്കൊരു മുഖംമൂടി ആവശ്യമില്ലാത്ത അവസ്ഥ ഉണ്ടാകണം. തൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയ ഭയങ്ങൾ, പരാജയങ്ങൾ, അപകർഷതാബോധം എന്നിവയൊക്കെ പങ്കാളിയോട് തുറന്നു പറയാൻ മടിക്കാത്തവർക്കിടയിലാണ് ഏറ്റവും ശക്തമായ റിലേഷൻഷിപ്പ് ബോണ്ട് ഉണ്ടാകുന്നത്. ഞാനിത് പറഞ്ഞാൽ പങ്കാളി എന്നെ ജഡ്ജ് ചെയ്യുകയില്ല, എന്നെ തരം താഴ്ത്തി കാണുകയില്ല എന്ന പൂർണ്ണമായ വിശ്വാസത്തിലാണ് ഈ വൾനറബിലിറ്റി ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ കുറവുകളോടെ നമ്മെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരാളോട് തോന്നുന്ന ആത്മബന്ധം ലോകത്തിലെ മറ്റൊന്നിനോടും ഉപമിക്കാൻ കഴിയുകയില്ല. ഇതാണ് ഒരു ബന്ധത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഘട്ടം. ഈ ഒരവസ്ഥയിൽ ആകർഷണം എന്നത് കേവലം ബാഹ്യമല്ല, അത് ആത്മാവുകൾ തമ്മിൽ ഒന്നായി മാറുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ 10 മനഃശാസ്ത്രപരമായ രഹസ്യങ്ങളും ഒരൊറ്റ കാര്യം മാത്രമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രണയവും ആകർഷണവും എന്നത് തനിയെ സംഭവിക്കുന്ന ഒന്നല്ല. അത് നമ്മൾ ഒന്നിച്ചു വളർത്തിയെടുക്കേണ്ട ഒരു കലയാണ്. ഇവ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക. ഒരുപക്ഷെ ഈ പോയിന്റുകൾ നിങ്ങളുടെ ബന്ധത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നേക്കാം. ഈ കാര്യങ്ങൾ കേൾക്കാൻ മാത്രം നല്ലതാണ് എന്ന് വിചാരിക്കരുത്. ഇന്ന് തന്നെ ഇതിലേതെങ്കിലും ഒരു ചെറിയ കാര്യം നിങ്ങളുടെ പങ്കാളിയുമായി പങ്കുവയ്ക്കുകയോ പ്രാവർത്തികമാക്കുകയോ ചെയ്യുക. ജീവിതം മനോഹരമാകുന്നത് നമ്മൾ സ്നേഹിക്കുന്ന ആളോടൊപ്പം സന്തോഷമായിരിക്കുമ്പോഴാണ്. ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീർന്നു എന്ന് കരുതുന്നു. എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.